രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് ബീഹാർ പട്നയിൽ സമാപിക്കും. ഹേമന്ത് സോറൻ, അഖിലേഷ് യാദവ്, എം.എ. ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. പദയാത്രയ്ക്ക് കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം രാവിലെ 8 മണിക്ക് ചേർന്നു. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, വോട്ടർ അധികാർ യാത്രയുടെ സമാപന വേദിയാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട്? ഈ വോട്ട് ചോരി വിവാദങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ ഈ റാലി അവിടെ സമാപിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പൽമ, റാലിക്ക് സമാപനത്തോട് മുന്നോടിയുള്ള പദയാത്ര അല്പസമയം കൊണ്ട് ഈ ബീഹാറിലെ ഗാന്ധി മൈതാനത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ആരംഭിക്കും. കാരണം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന ഒരു പ്രധാനപ്പെട്ട വേദിയാണിത്. ഇവിടെ പുഷ്പാർച്ചന നടത്തി, ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി 11 മണിക്ക് രാഹുൽ ഗാന്ധിയും ഇന്ത്യ ബ്ലോക്ക് തേജസ്വി യാദവും ഇവിടെ നിന്നാണ് പദയാത്ര ആരംഭിക്കുന്നത്. പദയാത്ര പാറ്റ്ന നഗരം ചുറ്റി അംബേദ്കർ മൈതാനത്തിൽ 2:30 മണിയോടുകൂടി സമാപിക്കും. അവിടെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പൊതുയോഗം. ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ തന്നെ ഈ പുഷ്പാർച്ചന ചടങ്ങിൽ വീക്ഷം വഹിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സാക്ഷ്യം എത്തിയിട്ടുണ്ട്. ഡി രാജ, അതുപോലെ എം.എ. ബേബി, സമാജ് പാർട്ടി നേതാക്കൾ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം കൊണ്ട് 11:15 പുഷ്പാർച്ചന ചടങ്ങ് ആരംഭിക്കും. അതിനുശേഷമായിരിക്കും 1 ലക്ഷം പേരെ അണിനിരത്തിയുള്ള ഗാന്ധി മൈതാനത്തിൽ നിന്ന് പാറ്റ്നയുടെ വിവിധ സ്ഥലങ്ങളിൽ കൂടിയുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പദയാത്ര. അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇന്ത്യ സഖ്യ സമ്മേളന റാലി. ആ സമ്മേളന റാലിയിൽ വെച്ച എന്തായിരിക്കും ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ തുടർ പരിപാടികൾ, ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും ഈ ഗാന്ധി മൈതാനം തിരഞ്ഞെടുത്തത്, പാറ്റ്നയിലെ ഗാന്ധി മൈതാനം തിരഞ്ഞെടുത്തത് എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു മൈതാനമാണിത്. ഇവിടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ തുടക്കത്തിലെ ഏറ്റവും പ്രചുലമായ മാർച്ചും സമ്മേളനവും നടന്നത്. അതേപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് കാരണമായ ജയപ്രകാശ് നാരായണയുടെ പീപ്പിൾ മൂവ്മെൻറ്റും ഈ മൈതാനത്തു നിന്നാണ് ആരംഭിച്ചത്. ഇത് ചരിത്ര മൈതാനമാണ്. ഇപ്പോൾ വോട്ട് അധികാര യാത്ര, വോട്ട് ചോരി, നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ ഒരു പ്രതിഷേധ പ്രകടനത്തിനും പ്രതിഷേധങ്ങൾക്കും രാജ്യത്ത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കോൺഗ്രസും ഇന്ത്യ സഖ്യവും തിരഞ്ഞെടുത്തത്. ഏതായാലും വൻ ജനസഞ്ചയമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ബീഹാറിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ഇന്ത്യ സഖ്യത്തെ RJDയും കോൺഗ്രസിൻ്റെയും CPI, ML, CPI, CPM തുടങ്ങിയ ഇന്ത്യ സഖ്യകക്ഷിയും അണികൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. 1 ലക്ഷത്തോളം വരുന്ന അണികൾ ഇക്കാര്യത്തിൽ ഈ മാർച്ചിൽ പങ്കാളികളാവുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള ഈ ഗാന്ധി പട്നയിലെ ഗാന്ധി പ്രതിമ നമ്മളെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ലക്ഷ്മി, വോട്ടർ അധികാർ യാത്ര സമാപിക്കും. ഇന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ പട്നയിൽ നിന്ന്.